ഹായ്, സെൻസേഴ്സ് ആൻഡ് ട്രാൻസ്ഡ്യൂസർ യൂണിറ്റ് 2 ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ തൊട്ട് മുമ്പത്തെ ക്ലാസ്സിൽ നമ്മൾ തെർമോ സെൻസർ അല്ലേ, RTD അതേപോലെ തെർമിസ്റ്റോർ എന്താണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ആരെങ്കിലും വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ മുകളിൽ ലിങ്കിൽ പോയിട്ട് അതൊന്ന് കാണാം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് തെർമോ EMF സെൻസർ, തെർമോ കപ്പിളാണ് അവിടെ പറയുന്നത്, ആൻഡ് റേഡിയേഷൻ സെൻസർ. അപ്പം ഇത് രണ്ടിൻ്റെയും ബേസിക് ഐഡിയ എന്താണെന്നുള്ള ഡെഫിനിഷൻ, അതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ, കൺസ്ട്രക്ഷൻ, അപ്ലിക്കേഷൻ, അഡ്വാൻറ്റേജ്, ഡിസ്അഡ്വാൻറ്റേജ്, ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ഒരു മൊഡ്യൂളിൽ അല്ലെങ്കിൽ ഇന്നത്തെ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് തെർമോ EMF സെൻസറും അതേപോലെ റേഡിയേഷൻ സെൻസർ. സോ ആദ്യം തെർമോ കപ്പിൾ. സോ തെർമോ EMF സെൻസറിൻ്റെ ഒരു എക്സാമ്പിൾ ആണ്, അല്ലെങ്കിൽ തെർമോ കപ്പിൾ എന്ന് പറയും. സോ എന്താണ് തെർമോ കപ്പിൾ നോക്കാം നമുക്ക്. എ തെർമോ കപ്പിൾ ഈസ് ആൻ ആക്റ്റീവ് ട്രാൻസ്ഡ്യൂസർ ദാറ്റ് മെഷർ ടെമ്പറേച്ചർ. സോ ഇറ്റ് ഈസ് ആൻ ആക്റ്റീവ് ട്രാൻസ്ഡ്യൂസർ ആണ്. അപ്പോൾ എന്താണ് ആക്റ്റീവും എന്താണ് പാസീവും നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ ഞാൻ ഇവിടെ ഡീറ്റെയിൽ പറയുന്നില്ല. സോ ഇറ്റ് മെഷർ ടെമ്പറേച്ചർ. സോ ടെമ്പറേച്ചർ മെഷർ ചെയ്യാനുള്ള ഒരു ഡിവൈസാണ്, ഒരു ട്രാൻസ്ഡ്യൂസറാണ് എന്ത് തെർമോ കപ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് യൂസസ് ഫോർ മെഷറിംഗ് ദ ടെമ്പറേച്ചർ അറ്റ് വൺ പെർട്ടിക്കുലർ പോയിന്റ്. സോ ഒരു പെർട്ടിക്കുലർ പോയിന്റിലുള്ള ടെമ്പറേച്ചർ മെഷർ ചെയ്യാനാണ് നമ്മൾ സാധാരണ തെർമോ കപ്പിൾ ഉപയോഗിക്കുന്നത്. ഇൻ അതർ വേർഡ്സ്, it is a type of sensor used for measuring the temperature in the form of an electric current or the EMF. So ഇവിടെ നമ്മൾ ടെമ്പറേച്ചർ അളക്കുന്നത് ഇൻ ദ ഫോം ഓഫ് കറണ്ട് ആണ്, അല്ലെങ്കിൽ EMF ആണ്. തൊട്ട് മുമ്പ് ഡിസ്കസ് ചെയ്ത് നമ്മൾ എന്താണ് ടെമ്പറേച്ചർ മെഷറിങ് ഇൻ ദ ഫോം ഓഫ് വാരിയിങ് റെസിസ്റ്റൻസ് ആയിരുന്നു അല്ലേ. ഇവിടെ നമ്മൾ ടെമ്പറേച്ചർ മെഷറിങ് ഇൻ ദ ഫോം ഓഫ് ഇലക്ട്രിക് കറണ്ട് അല്ലെങ്കിൽ EMF ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത് ഈ തെർമോ കപ്പിളിൽ ടെമ്പറേച്ചർ മെഷർ ചെയ്യുന്നത്. അപ്പോൾ പ്രിൻസിപ്പിളിലുള്ള വ്യത്യാസം വരുന്നുണ്ട്, അതുകൊണ്ടാണ് അത് അങ്ങനെ വരുന്നത്. Okay, so it works on the principle of Seebeck effect. Seebeck effect എന്നാൽ നമ്മൾ തൊട്ട് അടുത്ത വർക്കിംഗ് പ്രിൻസിപ്പിൾ പറയുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറയും. സോ ദേ ആർ എക്സ്റ്റെൻസീവ്ലി യൂസ്ഡ് ഫോർ ടെമ്പറേച്ചർ മെഷർ ഇൻ ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻ. സോ നമ്മൾ സാധാരണ ഇത് ഉപയോഗിക്കുന്നത് ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻസിൽ ടെമ്പറേച്ചർ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഈ തെർമോ കപ്പിൾസ് ഉപയോഗിക്കുക സാധാരണ. So the thermocouple consists of two wires of different metals which are welded together at the ends. അപ്പോൾ നമ്മൾ ഈ തെർമോകപ്പിൾ ഉണ്ടാക്കാൻ വേണ്ടി രണ്ട് ടൈപ്പ് ഓഫ് വയേഴ്സ് ഉപയോഗിക്കും, രണ്ട് ഡിഫറെൻറ്റ് മെറ്റൽസ് ഉപയോഗിക്കും അതിൻ്റെ വയർ. എന്നിട്ട് അതിൻ്റെ രണ്ട് എൻഡും വെൽഡ് ചെയ്ത് വെക്കും. ഓക്കെ, രണ്ട് എൻഡും നമ്മൾ എന്ത് ചെയ്യും വെൽഡ്. ഇപ്പോൾ രണ്ട് വയർ ഉപയോഗിക്കുന്നുണ്ട്, ഡിഫറെൻറ്റ് പ്രോപ്പർട്ടീസ് ഉള്ള രണ്ട് വയേഴ്സ് ഉപയോഗിക്കും, രണ്ട് മെറ്റൽ ഉപയോഗിക്കും. ആ മെറ്റലിലെ രണ്ട് എൻഡും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് വെൽഡ് ചെയ്ത് ഒരുമിച്ചാക്കുന്നുണ്ട്, രണ്ട് ജോയിൻസ് ഉണ്ടാക്കുന്നുണ്ട് അവിടെ. ഓക്കെ, അതതിൻ്റെ കൺസ്ട്രക്ഷൻ ഭാഗത്ത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് എങ്ങനെയാണെന്നുള്ളത്, ഒരു ഫിഗർ അടക്കം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. The welded portion was created at the junction where the temperature is used to be measured. അപ്പോൾ ആ രണ്ട് ഡിഫറെൻറ്റ് മെറ്റൽ വെൽഡ് ചെയ്യുന്ന തോന്നുന്നു രണ്ട് ഭാഗത്തും, അവിടെയാണ് നമ്മൾ ജംഗ്ഷൻ എന്ന് പറയാം സാധാരണ. അവിടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ടെമ്പറേച്ചർ മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ആ ജംഗ്ഷൻ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക ടെമ്പറേച്ചേഴ്സ് മെഷർ ചെയ്യുന്നത്. ദ വേരിയേഷൻ ഇൻ ടെമ്പറേച്ചർ ഓഫ് എ വയർ ഇൻഡ്യൂസസ് ദ വോൾട്ടേജ്. സോ ഒരു ബേസിക് പ്രിൻസിപ്പിളിൻ്റെ ഒരു ഡെഫിനിഷനാണ് പറഞ്ഞത്, അതായത് തെർമോകപ്പിൾ എങ്ങനെ വർക്ക് ചെയ്യുന്നുള്ള പ്രിൻസിപ്പിളാണ്. വേരിയേഷൻ ഇൻ ടെമ്പറേച്ചർ ഓഫ് ദി വയർ ഇൻഡ്യൂസസ് വോൾട്ടേജ് ഓർ EMF. ഇപ്പോൾ ടെമ്പറേച്ചറിൽ വ്യത്യാസം ഉണ്ടായാൽ, നമ്മൾ രണ്ട് ടൈപ്പ് ഓഫ് വയർ ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ അവിടെ ടെമ്പറേച്ചറിൽ വ്യത്യാസം ഉണ്ടാകും ഓരോ വയറിലും. ആ വ്യത്യാസം ഒരു വോൾട്ടേജ് അവിടെ ഇൻഡ്യൂസ് ചെയ്യുന്നു. അതാണ് ഇതിൻ്റെ ബേസിക് ഐഡിയ, അല്ലെങ്കിൽ ഇത് വർക്ക് ചെയ്യുന്ന ബേസിക് പ്രിൻസിപ്പിൾ അതാണ്. അത് നമ്മൾ വർക്കിംഗ് പ്രിൻസിപ്പിൾ പറയുമ്പോൾ ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഞാൻ. സോ തെർമോ കപ്പിൾ കൺസ്ട്രക്ഷൻ എങ്ങനെയാണെന്ന് നോക്കാം നമുക്ക്. എ തെർമോ കപ്പിൾ കൺസിസ്റ്റ് ഓഫ് ടു ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് മെറ്റൽ ജോയിൻ ടുഗദർ അറ്റ് വൺ എൻഡ് ഹോട്ട് ജംഗ്ഷൻ ആൻഡ് ടെർമിനേറ്റഡ് അറ്റ് അനദർ എൻഡ് കോൾഡ് ജംഗ്ഷൻ. സോ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതിൻ്റെ കൺസ്ട്രക്ഷനാണ് ഇപ്പോൾ പറയുന്നത്. ഇവിടെ രണ്ട് ഡിഫറെൻറ്റ് മെറ്റൽസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് ഈ തെർമോകപ്പിൾ ഉണ്ടാക്കാൻ വേണ്ടി. കപ്പിളാണല്ലേ, പേരിൽ തന്നെ ഉണ്ട്. സോ ടു ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മെറ്റൽ നമ്മൾ ഉപയോഗിക്കും. അതിന് രണ്ട് എൻഡും നമ്മൾ എന്ത് ചെയ്യും വെൽഡ് ചെയ്യും. അപ്പം ഒരു എൻഡിനെ നമ്മൾ ഹോട്ട് ജംഗ്ഷൻ എന്നും മറ്റേ എൻഡിനെ നമ്മൾ കോൾഡ് ജംഗ്ഷൻ എന്നും പറയും. ഓക്കെ, അപ്പോൾ രണ്ട് എൻഡ് ആ ഫിഗർ കാണിക്കുമ്പോൾ ഒന്നുകൊണ്ട് വ്യക്തമാവും നിങ്ങൾക്ക് എങ്ങനെയാണെന്നുള്ളത്. ഓക്കെ, സോ ഒരു രണ്ട് മെറ്റൽ എടുക്കും, നമ്മൾ ഇത് ഏകദേശം ഈ ഒരു രീതിയിൽ വെൽഡ് ചെയ്യും. ഇതൊരു എൻഡ് ഇതൊരു എൻഡ് അല്ലേ, രണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് രണ്ട് എൻഡും വെൽഡ് ചെയ്യുന്നുണ്ട്. ഇതൊരു ടൈപ്പ് ഓഫ് മെറ്റൽ, ഇത് വേറെ ടൈപ്പ് ഓഫ് മെറ്റൽ. അപ്പം ഒരു ജംഗ്ഷൻ നമ്മൾ ഹോട്ട് എന്നും മറ്റേ ജംഗ്ഷൻ നമ്മൾ കോൾഡ് ജംഗ്ഷൻ എന്നും പറയും. അപ്പോൾ ഈ ജംഗ്ഷൻ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ടെമ്പറേച്ചർ അല്ലെങ്കിൽ ടെമ്പറേച്ചർ നമ്മൾ EMF ആയി കൺവേർട്ട് ചെയ്യുന്ന പ്രിൻസിപ്പിൾ, ആ വർക്കിംഗ് ഒക്കെ നടക്കുന്നത് ഈ ജംഗ്ഷൻസ് വെച്ചിട്ടാണ് ഈ വർക്കിംഗ് നടക്കുന്നത്. When the hot junction is heated or cooled, a voltage created can be correlated back to the temperature. So നമ്മൾ ഈ ഹോട്ട് ജംഗ്ഷൻ ഹീറ്റ് അല്ലെങ്കിൽ കൂൾ ചെയ്താൽ അവിടെ ഒരു വോൾട്ടേജ് ക്രിയേറ്റ് ചെയ്യും. ആ വർക്കിംഗ് പ്രിൻസിപ്പിൾ നമ്മൾ ഒന്നുകൂടെ പറയാം. ഓക്കെ, ആ വോൾട്ടേജ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്തിന് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും, ടെമ്പറേച്ചറിന് പ്രൊപ്പോർഷണലായിരിക്കും. അതായത്
ഈ ഹോട്ട് ജംഗ്ഷനിൽ അല്ലെങ്കിൽ കൂൾ ജംഗ്ഷനിൽ നമ്മൾ ഉണ്ടാക്കുന്ന ടെമ്പറേച്ചർ വേരിയേഷൻസ് ഒരു വോൾട്ടേജ് ഇൻഡ്യൂസ് ചെയ്യുന്നുണ്ട്. അത് എന്തിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും? നമ്മൾ മെഷർ ചെയ്യാൻ പോകുന്ന ടെമ്പറേച്ചറിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഓക്കെ, അതാണ് കോറിലേറ്റഡ് ബാക്ക് ടു ദി ടെമ്പറേച്ചർ എന്ന് പറയാൻ കാരണം. സോ ഇതാണ് ഒരു തെർമോകപ്പിളിൻ്റെ ബേസിക് കൺസ്ട്രക്ഷൻ ഐഡിയ എന്ന് പറയുന്നത്. ഇവിടെ കാണാൻ നിങ്ങൾക്ക് വയർ ടൈപ്പ് എ ഇതൊരു മെറ്റലാണ്, ഈ റെഡ് കളറിലുള്ളത്. ഈ വയർ ടൈപ്പ് ബി വേറൊരു മെറ്റലാണ്. ഇവിടെ നിങ്ങൾക്ക് ഇത് രണ്ടും കൂടെ വെൽഡ് ചെയ്തൊരു ഭാഗം കാണാം, ജോയിൻ ചെയ്തൊരു ഭാഗം കാണാം. ഇത് ഹോട്ട് ജംഗ്ഷൻ എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഇതൊരു ടൈപ്പ് മെറ്റലാണ്, ഇത് വേറെ ടൈപ്പ് മെറ്റലാണ്. ഇനി ഇവിടെ വേറൊരു ജംഗ്ഷൻ കാണാം നിങ്ങൾക്ക്, ഒരു കോൾഡ് ജംഗ്ഷൻ. ഇത് രണ്ടും കൂടെ ബന്ധിപ്പിക്കുന്ന വേറൊരു ജംഗ്ഷൻ. ഇവിടെ നമ്മൾ കോപ്പർ വയർ ഉപയോഗിച്ചിട്ട് ഇതിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന EMF കറണ്ട് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ ഒരു മില്ലി വോൾട്ട് മീറ്ററും കൂടെ ഘടിപ്പിക്കും. ഈ ഒരു മില്ലി വോൾട്ട് മീറ്ററും. ഇതാണ് ബേസിക് കൺസ്ട്രക്ഷൻ. സോ രണ്ട് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് വയർ ടൈപ്പ് എ, വയർ ടൈപ്പ് ബി നമ്മൾ ഹോട്ട് ജംഗ്ഷന് കൊടുത്തു, ഒരു കോൾഡ് ജംഗ്ഷന്. അതിൽ നമ്മൾ ഇൻഡ്യൂസ് ചെയ്യുന്ന EMF അവിടെ കറണ്ട് പ്രൊഡ്യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ടെമ്പറേച്ചർ മെഷർ ചെയ്യുന്നത് ഓൾറെഡി പറഞ്ഞു അല്ലേ. അതായത് ആ കറണ്ട് മെഷർ ചെയ്യാൻ വേണ്ടി നമ്മളൊരു വോൾട്ട് മീറ്ററും കൂടെ ഇവിടെ പിടിപ്പിക്കും. ഇതാണ് ഇതിൻ്റെ ഒരു ബേസിക് കൺസ്ട്രക്ഷൻ. ഫിഗർ നോട്ട് ചെയ്തൊക്കെ നിങ്ങൾ എക്സാമിൽ ചോദിച്ചാൽ ഫിഗർ നിർബന്ധമായിട്ടും വരയ്ക്കണം കൺസ്ട്രക്ഷൻ. So theoretically any pair of dissimilar material can be used for construction a thermocouple. ആ തെർമോകപ്പിൾ തിയററ്റിക്കലി പറയുന്നത് വെച്ചാൽ രണ്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള മെറ്റൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തെർമോകപ്പിൾ ഉണ്ടാക്കാമെന്നാണ് പറയുന്നത്. ടൈപ്പ് എ ടൈപ്പ് ബി ഏതെങ്കിലും രണ്ട് ഡിഫറെൻറ്റ് മെറ്റൽസ് ആയാൽ മതി എന്നാണ് തിയററ്റിക്കലി പറയുന്നത്. പക്ഷേ ബട്ട് പ്രാക്ടിക്കലി only few materials have found useful for measuring temperature. The following table show common type of thermocouple material with their temperature range. സോ തിയറിറ്റിക്കലി നമുക്ക് ഏത് ഡിഫറെൻറ്റ് പ്രോപ്പർട്ടിയുള്ള രണ്ട് മെറ്റലായാൽ മതി എന്നാണ് പറയുന്നത്. പക്ഷേ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടെമ്പറേച്ചറിൽ ഡിഫറൻസ് ഒന്നും പ്രോപ്പറായിട്ട് കിട്ടിക്കൊള്ളുന്നില്ല. അതായത് രണ്ട് മെറ്റലിലും ഉണ്ടാവുന്ന ടെമ്പറേച്ചർ വേരിയേഷൻസ് അത് നമുക്ക് പ്രോപ്പറായി മെഷർ ചെയ്യാൻ പറ്റിയാലേ നമുക്ക് ഈ തെർമോകപ്പിൾ വർക്ക് ചെയ്യുന്നുള്ളൂ. ഓക്കെ, അപ്പം എല്ലാ മെറ്റലും ഉപയോഗിച്ച് കഴിഞ്ഞാലും ഈ രണ്ട് മെറ്റലിൻ്റെയും പ്രോപ്പർട്ടി ഏകദേശം ഒരുപോലെയൊക്കെ ആണെങ്കിൽ നമുക്ക് എന്തില്ല, ഈ ടെമ്പറേച്ചർ വേരിയേഷൻസ് നമുക്ക് നല്ലോണം കിട്ടാൻ ചാൻസ് ഇല്ല. സോ അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് മെറ്റീരിയൽ കോമ്പിനേഷൻസ് ഉണ്ട്, മെറ്റൽ കോമ്പിനേഷൻസ് ഉണ്ട്. അത് ഉപയോഗിച്ചാൽ മാത്രമേ നമുക്ക് തെർമോകപ്പിൾ പ്രോപ്പറായിട്ട് ബിൽഡ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. ആ കപ്പിൾ അല്ലെങ്കിൽ ആ ടൈപ്പ് ഓഫ് മെറ്റീരിയൽസിൻ്റെ എക്സാമ്പിളാണ് താഴെ ഞാനൊരു ടാബുലാർ ഫോമിൽ കൊടുത്തിട്ടുണ്ട്. നോക്കാം നിങ്ങൾക്ക് രണ്ട് ടൈപ്പ് എ ടൈപ്പ് ബി തമ്മിൽ ടൈപ്പ് പോസിറ്റീവ് ലെഡ് നെഗറ്റീവ് ലെഡ്, അതാണ് ടൈപ്പ് എ ടൈപ്പ് ബി എന്ന് പറയുന്നത്. ദെൻ അത് ടെമ്പറേച്ചർ ആ പെർട്ടിക്കുലർ കോമ്പിനേഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്ന ടെമ്പറേച്ചർ റേഞ്ചാണ് ഇവിടെ അവസാനത്തെ കോളത്ത് കൊടുത്തത്. ടൈപ്പ് ആർ പ്ലാറ്റിനം റോഡിയം, അതാണ് പോസിറ്റീവ് ഒരു ഭാഗത്ത് വരുന്നത്. രണ്ടാമത്തത് പ്ലാറ്റിനം വരും. അത് നെഗറ്റീവ് ലെഡ് എന്ന് പറയുന്ന പ്ലാറ്റിനമാണ്. അത് മെഷർ ചെയ്യുന്ന മാക്സിമം ടെമ്പറേച്ചർ റേഞ്ച് 0 to 1500 ഡിഗ്രി സെൽഷ്യസ് വരെ. അത് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഈ മെറ്റൽ ഉപയോഗിച്ചിട്ടാണ് തെർമോകപ്പിൾ ഉണ്ടാക്കുന്നതെങ്കിൽ ഇത്രയും റേഞ്ചിൽ നമ്മൾ ടെമ്പറേച്ചർ മെഷർ ചെയ്യാൻ പറ്റും. രണ്ടാമത്തെ ടൈപ്പ് എസ് പ്ലാറ്റിനം റോഡിയം ഒരു ഭാഗത്ത്, രണ്ടാമത്തെ ഭാഗത്ത് പ്ലാറ്റിനം. അതിലിവിടെ കോമ്പോണൻസിൽ വ്യത്യാസമുണ്ട്, നോക്കുക നിങ്ങൾ. സോ അഗെയിൻ 0 to 1500 ഡിഗ്രി സെൽഷ്യസ് തന്നെയാണ് അതും വരുന്നത്. ദെൻ ടൈപ്പ് കെ ക്രോമൽ. ഇവിടെ നിങ്ങൾ നോക്കുക, ഇതിൻ്റെ പ്രൊപ്പോർഷൻ നോക്കുക, ഓരോന്നിൻ്റെയും മെറ്റീരിയൽ ഉപയോഗിച്ച മൂലകത്തിൻ്റെ എത്ര അളവിലാണെന്നുള്ളത് നോക്കുക. ആൻഡ് നെഗറ്റീവ് ലെഡിൽ അലുമിൽ, അതിൽ നമുക്ക് ടെമ്പറേച്ചർ റേഞ്ച് -200 to 1300 ഡിഗ്രി സെൽഷ്യസ് വരെ നമുക്ക് എന്ത് ചെയ്യാം, ടെമ്പറേച്ചർ മെഷർ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ടൈപ്പ് ഇ, അഗൈൻ ക്രോമലും അതിലെ ഈ വാല്യൂസ് നോക്കുക നിങ്ങൾ. 1900 നൈട്രോജൻ ആൻഡ് ക്രോമിയം ഉപയോഗിക്കുന്നുണ്ട്. ആൻഡ് കോൺസ്റ്റൻറ്റ് അതിൻ്റെ പ്രൊപ്പോർഷൻ നോക്കുക. ആൻഡ് ടെമ്പറേച്ചർ റേഞ്ച് -200 to 1000 ഡിഗ്രി സെൽഷ്യസ്. ദെൻ ടൈപ്പ് ടി എന്ന് പറയുന്നത് കോപ്പർ ഉപയോഗിക്കും ഒരു ഭാഗത്ത്, രണ്ടാമത്തെ മെറ്റീരിയലായിട്ട് കോൺസ്റ്റൻ്റ് ഉപയോഗിക്കും. അതിൻ്റെ ടെമ്പറേച്ചർ റേഞ്ച് എന്ന് പറയുന്നത് -200 to 350 ഡിഗ്രി സെൽഷ്യസ് ആണ്. ആൻഡ് ലാസ്റ്റ് ടൈപ്പ് ജെ എന്ന് പറയുന്നത് ഒരു മെറ്റൽ അയൺ ഉപയോഗിക്കും, മറ്റത് കോൺസ്റ്റൻ്റ് ഉപയോഗിക്കും. അവിടെ നമ്മൾ ടെമ്പറേച്ചർ റേഞ്ച് -150 to 750 +750 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പം ഈ ഒരു കോമ്പിനേഷൻസ് ആണ് മെയിൻലി നമ്മൾ തെർമോകപ്പിൾ ഉപയോഗിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന രണ്ട് മെറ്റൽസ് ഉപയോഗിക്കുന്നത്. തെർമോകപ്പിൾ രണ്ട് മെറ്റൽ ഉപയോഗിക്കണമെന്ന് പറഞ്ഞു. അപ്പം അതിനുള്ള അല്ലെങ്കിൽ കോമൺ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ടൈപ്പ് ഓഫ് മെറ്റൽസ് ആണ് ഇവിടെ കൊടുത്തത്. ഓരോ ജോഡി, ഒരു തെർമോകപ്പിൾ ഉപയോഗിക്കുന്ന ഓരോ ജോഡി മെറ്റൽസ് ആണ് ഇവിടെ കൊടുത്തത്. അതിൻ്റെ ടെമ്പറേച്ചർ റേഞ്ചും അതിന് എന്ത് ടൈപ്പാണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഫിഗർ നിങ്ങളൊന്നും നല്ലവണ്ണം നോക്കി വെക്കുക.
ഓക്കെ, ഇനി അതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എങ്ങനെയാണ് ഒരു തെർമോകപ്പിൾ വർക്ക് ചെയ്യുന്നത് നോക്കാം. നേരത്തെ ഓൾറെഡി പറഞ്ഞു സീബാക്ക് എഫക്റ്റ് ആണ് ഇത് വർക്ക് ചെയ്യുന്നത് പറഞ്ഞു അല്ലേ. ദ തെർമോകപ്പിൾ വർക്ക് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് സീബാക്ക് എഫക്റ്റ്. അപ്പോൾ എന്താണ് സീബാക്ക് എഫക്റ്റ് നോക്കാം നമുക്ക്. സോ അതിന് മുമ്പ് തോമസ് ജോൺ സീബാക്ക് ഡിസ്കവേർഡ് ദാറ്റ് ടെമ്പറേച്ചർ ഡിഫറൻസ് അല്ലെങ്കിൽ തെർമൽ എനർജി ക്യാൻ പ്രൊഡ്യൂസസ് ഇലക്ട്രിക്കൽ എനർജി. അപ്പം സീബാക്ക് എന്നുള്ള ആളാണ് ഇത് ഡിസ്കവർ ചെയ്തത്. അതായത് പറഞ്ഞതെന്ന് വെച്ചാൽ ടെമ്പറേച്ചറിൽ ഡിഫറൻസ് വന്നു കഴിഞ്ഞാൽ അവിടെ നമുക്കൊരു ഇലക്ട്രിക്കൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് എന്നാണ്. അതാണ് സീബാക്ക് എഫക്റ്റ്. ആ ഒരു വർക്കിംഗ് പ്രിൻസിപ്പിൾ വെച്ചിട്ടാണ് തെർമോകപ്പിൾ വർക്ക് ചെയ്യുന്നത്. ഒന്ന് നോക്കാം. ഇൻ എ തെർമോകപ്പിൾ ടു കണ്ടക്ടേഴ്സ് ഓഫ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് മെറ്റൽ ആർ കണക്റ്റഡ് ഫോമിങ് ടു കോമൺ ജംഗ്ഷൻ. നമ്മൾ ആ ഫിഗർ നേരത്തെ വർക്കിംഗ് കൺസ്ട്രക്ഷൻ കാണിച്ചിട്ടുള്ള ഫിഗർ നോക്കുക നിങ്ങൾ. അവിടെ ഉണ്ട് രണ്ട് മെറ്റൽ ഉപയോഗിക്കുന്നുണ്ട് നമ്മൾ. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് മെറ്റൽ ആർ കണക്റ്റഡ് ഫോമിങ് ടു കോമൺ ജംഗ്ഷൻ. ഒന്ന് ഹോട്ട് ജംഗ്ഷനും മറ്റൊന്ന് കോൾഡ് ജംഗ്ഷനും അല്ലേ. കോൾഡ് ജംഗ്ഷൻ എന്ന് പറയും. രണ്ട് ജംഗ്ഷൻ ഫോം ചെയ്യുന്നുണ്ട്. When these two junction are exposed to two different temperature and net thermal EF is produced. അതായത് ഹോട്ട് ജംഗ്ഷനിലും കോൾഡ് ജംഗ്ഷനിലും നമുക്ക് രണ്ട് ഡിഫറെൻറ്റ് ടെമ്പറേച്ചർ ആണ് കിട്ടുന്നതെങ്കിൽ അവിടെ ഒരു EMF പ്രൊഡ്യൂസ് ചെയ്യും. ഇതിനു മുമ്പ് നിങ്ങൾ പീസോ ഇലക്ട്രിക് എഫക്റ്റ് ഞാൻ എവിടെയോ പറഞ്ഞോ എന്നറിയില്ല. പീസോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് പറയുന്ന എഫക്റ്റ് അതേപോലെ തന്നെയാണ് ഏകദേശം ഇതും. അതായത് ഇപ്പം തെർമോകപ്പിളിൻ്റെ ഹോട്ട് ജംഗ്ഷനും കോൾഡ് ജംഗ്ഷനും എടുക്കുക. ഞാൻ ഒരു ഭാഗത്ത് ഹോട്ട് ജംഗ്ഷനിൽ ഞാനൊരു തീൻ്റെ മുകളിലേക്ക് ഇങ്ങനെ വെച്ച് ചൂടാക്കുന്നുണ്ട്, മറ്റേ ഭാഗത്തൊന്നുമില്ല. അപ്പോൾ എന്തുണ്ടാവും, ഈ ഹോട്ട് ജംഗ്ഷന് ടെമ്പറേച്ചർ കൂടുന്നുണ്ട്, മറ്റേ കോൾഡ് ജംഗ്ഷനിൽ ടെമ്പറേച്ചർ നോർമൽ ടെമ്പറേച്ചർ തന്നെയാണ്. അപ്പോൾ അവിടെ ടെമ്പറേച്ചർ ഡിഫറൻസ് വരികയാണ്. സെയിം കോമ്പോണൻറ്റിന് രണ്ട് ഭാഗത്തും ഹോട്ട് ജംഗ്ഷനിലും കോൾഡ് ജംഗ്ഷനിലും ടെമ്പറേച്ചറിൽ ഡിഫറൻസ് വന്നു. സോ ഈ ടെമ്പറേച്ചറിൽ ഇങ്ങനെ ഡിഫറൻസ് ഉണ്ടാവുകയാണെങ്കിൽ അത് എന്ത് പ്രൊഡ്യൂസ് ചെയ്യും, അവിടെ ഒരു EMF ഇൻഡ്യൂസ് ചെയ്യും, ഒരു തെർമൽ EMF പ്രൊഡ്യൂസ് ചെയ്യും, ഒരു കറണ്ട് ഉണ്ടാവും. ക്ലിയർ? അപ്പം എങ്ങനെയാണ് ആ ജംഗ്ഷൻ ഫോം ചെയ്ത് നോക്കിയാണ് നമ്മൾ പറഞ്ഞു. രണ്ട് മെറ്റൽ ഉപയോഗിക്കും, ടൈപ്പ് എ ടൈപ്പ് ബി. ആ ഫിഗർ നോക്കുക. അതിലൊരു ഹോട്ട് ജംഗ്ഷൻ ഒരു കോൾഡ് ജംഗ്ഷൻ. ഈ ഹോട്ട് ജംഗ്ഷനിലും കോൾഡ് ജംഗ്ഷനിലും ടെമ്പറേച്ചറിൽ വ്യത്യാസം വന്നാൽ അവിടെ ഒരു EMF പ്രൊഡ്യൂസ് ചെയ്യും. അതാണ് ഇതിൻ്റെ ബേസിക് വർക്കിംഗ് പ്രിൻസിപ്പിൾ. ആ പ്രിൻസിപ്പിളിനാണ് നമ്മൾ സീബാക്ക് എഫക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ. The value also depend on the material used and is proportional to the temperature difference between hot and cold junction. So അവിടെ ഇൻഡ്യൂസ് ചെയ്യുന്ന, അപ്പോൾ നമ്മൾ കറണ്ട് ഉണ്ടാവും എന്ന് പറഞ്ഞു അല്ലേ. രണ്ട് എൻഡിലും ടെമ്പറേച്ചറിൽ വ്യത്യാസം ഉണ്ടായാൽ കറണ്ട് ഉണ്ടാവും എന്ന് പറഞ്ഞു. ആ ഉണ്ടാവുന്ന കറണ്ടിൻ്റെ വാല്യൂ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യും? ഒന്ന് പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ മെറ്റീരിയൽ എന്താണോ നമ്മൾ യൂസ് ചെയ്തത് അതിനെ ഡിപ്പെൻഡ് ചെയ്യും. രണ്ടാമത്തത് ആ ടെമ്പറേച്ചർ ഡിഫറൻസ് ബിറ്റ്വീൻ ഹോട്ട് ആൻഡ് കോൾഡ് ജംഗ്ഷൻ. ആ രണ്ട് ജംഗ്ഷൻ തമ്മിലുള്ള ടെമ്പറേച്ചറിലെ വ്യത്യാസവും ഈ മെറ്റീരിയലിൻ്റെ പ്രോപ്പർട്ടിയും എന്തിനെ ഡിപ്പെൻഡ് ചെയ്യും? എത്രയാണ് തെർമൽ EMF ഇൻഡ്യൂസ് ചെയ്യുന്നതെന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്യും. ഓക്കെ. സോ അവിടെ എത്ര കറണ്ട് ഉണ്ടാവും എന്നുള്ളത് ഈ രണ്ട് വാല്യൂസിനെ ബേസ് ചെയ്തിട്ടാണ് ഉണ്ടാകുന്നത്. ദി ഔട്ട്പുട്ട് ഓഫ് ദി തെർമോകപ്പിൾ ക്യാൻ ബി മെഷേർഡ് ഡയറക്ട്ലി ബൈ എ മില്ലി വോൾട്ട് മീറ്റർ. അപ്പോൾ നമ്മൾ നേരത്തെ ഫിഗർ കണ്ടപ്പോൾ നിങ്ങൾ കണ്ടുല്ലേ, ആ ജംഗ്ഷൻ കഴിഞ്ഞിട്ട് പിന്നെ ഒരു ബാക്ക് സൈഡിലേക്ക് ഒരു സാധനം കൂടെ ഒരു മില്ലി വോൾട്ട് മീറ്റർ കൊടുത്തിട്ടുണ്ട് നമ്മൾ. അതായത് അവിടെ എത്ര EMF ആണ് കറണ്ടാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്നുള്ള അറിയാൻ വേണ്ടിയിട്ട് നമ്മളൊരു മില്ലി വോൾട്ട് മീറ്ററും കൂടെ അവിടെ ഘടിപ്പിക്കുന്നുണ്ട്. സോ ഇറ്റ് ക്യാൻ ബി ഓൾസോ മെഷേർഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ആൻ DC പൊട്ടൻഷ്യോമീറ്റർ ഓർ യൂസിങ് ആംപ്ലിഫയർ വിത്ത് ആൻ ഔട്ട്പുട്ട് ഡിവൈസ്. സോ നമുക്കത് ഒന്നെങ്കിൽ മില്ലി വോൾട്ട് മീറ്റർ ഉപയോഗിച്ചിട്ട് അതിൻ്റെ കറണ്ട് മെഷർ ചെയ്യാം, അല്ലെങ്കിൽ ഒരു DC പൊട്ടൻഷ്യോമീറ്റർ അല്ലെങ്കിൽ ഒരു ആംപ്ലിഫയർ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ ഉണ്ടാകുന്ന ആ കറണ്ട് എത്ര കറണ്ട് ഉണ്ടാവും എന്നുള്ളത് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. സോ ബേസിക്കലി വർക്കിംഗ് പ്രിൻസിപ്പിൾ ഇത്രയേ ഉള്ളൂ. ആ രണ്ട് മെറ്റൽ ഉപയോഗിച്ചിട്ട് നമ്മൾ രണ്ട് ജംഗ്ഷൻ ഫോം ചെയ്യുന്നുണ്ട്. ഒന്ന് ഹോട്ട് ജംഗ്ഷനും പിന്നെ ഒന്ന് കോൾഡ് ജംഗ്ഷനും. ഈ ഹോട്ട് ജംഗ്ഷനിലും കോൾഡ് ജംഗ്ഷനിലും ടെമ്പറേച്ചറിൽ വ്യത്യാസം വന്നാൽ ഈ മെറ്റലിൻ്റെ മുകളിലൊരു കറണ്ട് അല്ലെങ്കിൽ അവിടെ ഒരു EMF ഇൻഡ്യൂസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ആ EMF എന്തിന് പ്രൊപ്പോർഷണലായിരിക്കും? നമ്മൾ മെഷർ ചെയ്യാൻ പോകുന്ന ടെമ്പറേച്ചറിന് പ്രൊപ്പോർഷണലായിരിക്കും. ആ രീതിയിലാണ് ഇതിൻ്റെ വർക്കിംഗ്. ഓക്കെ. സോ അഡ്വാൻറ്റേജസ് ഓഫ് തെർമോകപ്പിൾസ്. സോ ചീപ്പർ ദാൻ റെസിസ്റ്റൻസ് തെർമോമീറ്റർ. നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞ റെസിസ്റ്റൻസ് തെർമോമീറ്റർ അതിനെക്കാട്ടും ചീപ്പറാണ്. ക്യാൻ മെഷർ റാപ്പിഡ് ചേഞ്ചസ് ഇൻ ടെമ്പറേച്ചർ, വൈഡ് ടെമ്പറേച്ചർ റേഞ്ച്, ഓഫർ ഗുഡ് റീപ്രൊഡ്യൂസിബിലിറ്റി ആൻഡ് convenient for measuring the temperature at one particular point. Then disadvantages of thermocouples: it is lower accuracy. The induced EMF temperature characteristics are non-linear. അതായത് അവിടെ ഉണ്ടാകുന്ന EMF പ്രൊഡ്യൂസ് ചെയ്യുന്ന കറണ്ടും അതുപോലെ ടെമ്പറേച്ചർ, നമ്മൾ അറ്റ്മോസ്ഫിയറിലുള്ള ടെമ്പറേച്ചറും അത് തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്തല്ല, നോൺ ലീനിയർ ആണ്, ലീനിയർ അല്ല എന്നാണ് പറയുന്നത്. സോ സിഗ്നൽ ആംപ്ലിഫിക്കേഷൻ ഈസ് റിക്വയർഡ് ഇൻ മെനി ആപ്ലിക്കേഷൻ. നമ്മൾ അവിടെ ഉണ്ടാകുന്ന കറണ്ട്
ഭയങ്കര ലെസ്സാണ്. അപ്പം അതുകൊണ്ട് തന്നെ എന്ത് വേണം, അവിടെ ഉണ്ടാകുന്ന കറണ്ട് നമ്മൾ ആംപ്ലിഫൈ ചെയ്യേണ്ട ആവശ്യം വരും പല കേസിലും. സോ ഇതാണ് ഡിസഡ്വാൻറ്റേജസ് മെയിനായിട്ട് വരുന്നത്. അപ്പോൾ ഇത്രയാണ് തെർമോകപ്പിളിൻ്റെ കേസിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പം തെർമോകപ്പിൾ എന്താണെന്ന് പറഞ്ഞു, അവിടെ സീബാക്ക് എഫക്റ്റ് ആണെന്ന് പറഞ്ഞു. സീബാക്ക് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ രണ്ട് ജംഗ്ഷനിലെ രണ്ട് മെറ്റൽ ഉപയോഗിച്ചിട്ടാണ് തെർമോകപ്പിൾ ഉണ്ടാക്കുന്നത്. ആ കപ്പിൾ എന്നുള്ള പേര് കൊടുക്കുക, രണ്ട് കപ്പിളിലെ. സോ രണ്ട് മെറ്റൽ ഉപയോഗിച്ചിട്ടാണ് തെർമോകപ്പിൾ ഉണ്ടാക്കുന്നത്. ആ കപ്പിളിൽ രണ്ട് ജംഗ്ഷൻ ഉണ്ടാവും, ഹോട്ട് ജംഗ്ഷനും കോൾഡ് ജംഗ്ഷനും. ഈ ഹോട്ട് ജംഗ്ഷനും കോൾഡ് ജംഗ്ഷനും തമ്മിലുള്ള ടെമ്പറേച്ചറിൽ വ്യത്യാസം വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു കറണ്ട് EMF പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ആ പ്രൊഡ്യൂസ് ചെയ്യുന്ന EMF നമ്മൾ മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടെമ്പറേച്ചറിന് പ്രൊപ്പോർഷണലായിരിക്കും. അപ്പോൾ ആ EMF നമ്മളൊരു മില്ലി വോൾട്ട് മീറ്റർ വെച്ചിട്ട് മെഷർ ചെയ്യും. അതാണ് നമുക്ക് ഔട്ട്പുട്ടായിട്ട് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ടെമ്പറേച്ചറിനെ നമ്മൾ കറണ്ടായിട്ടാണ് നേരിട്ട് നമുക്ക് കിട്ടുന്നത് ഇവിടെ, അല്ലേ? ടെമ്പറേച്ചർ മെഷർ ചെയ്യുമ്പം അതിന് കറണ്ടായിട്ട് നമുക്ക് നേരിട്ട് മെഷർ ചെയ്യാൻ പറ്റുന്നുണ്ട് ഇവിടെ. അപ്പോൾ അതിൻ്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും വർക്കിംഗ് പ്രിൻസിപ്പിളും കൺസ്ട്രക്ഷനും ആ ഫിഗറൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, അപ്പോൾ അത്രയാണ് തെർമോകപ്പിളിൻ്റെ കേസിലുള്ളത്. ഇനി നമുക്ക് നെക്സ്റ്റ് വേറൊരു ടൈപ്പ് ഓഫ് സെൻസറാണ് റേഡിയേഷൻ പൈറോമീറ്റർ. ആ പേര് പറയുന്ന പോലെ തന്നെയാണ് അവിടെ നമ്മൾ ടെമ്പറേച്ചർ മെഷർ ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്നത് റേഡിയേഷൻസ് ആണ്, അല്ലേ? റേഡിയേഷൻ പൈറോമീറ്റർ. സോ സെൻസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സിഗ്നൽ റേഡിയേഷൻ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവിടെ ടെമ്പറേച്ചറൊക്കെ മെഷർ ചെയ്യുന്നത്. എന്താണെന്ന് നോക്കാം നമുക്ക്. When the temperature being measured when the temperature being measured are very high, it is impossible to have a physical contact with the medium to be measured. നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ ഈ ഡിഫറൻസ് പറഞ്ഞിരുന്നു, അല്ലേ, സെൻസേഴ്സിൻ്റെ. അപ്പോൾ അവിടെ നമ്മൾ കോണ്ടാക്റ്റും നോൺ കോണ്ടാക്റ്റും പറഞ്ഞിരുന്നു. അപ്പം റേഡിയേഷൻ പൈറോമീറ്റർ എന്ന് പറയുന്നത് ഒരു നോൺ കോണ്ടാക്റ്റ് സെൻസറാണ്. ഇവിടെ നമ്മൾ ഫിസിക്കൽ കോണ്ടാക്റ്റിൻ്റെ ആവശ്യമില്ല. സോ ഇതിൻ്റെ അപ്ലിക്കേഷൻ എവിടെയെന്ന് വെച്ചാൽ നമുക്ക് ഭയങ്കര ഹൈ ആയിട്ടുള്ള ടെമ്പറേച്ചർ മെഷർ ചെയ്യുന്ന കേസിലാണ് നമ്മൾ സാധാരണ റേഡിയേഷൻ പൈറോമീറ്റർ അല്ലെങ്കിൽ റേഡിയേഷൻ സെൻസർ ഉപയോഗിക്കുന്നത്. കാരണം അത്രയും വലിയ ടെമ്പറേച്ചർ നമ്മൾ ഫിസിക്കൽ ഒരു കോമ്പോണൻറ്റ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ടച്ച് ചെയ്തുകൊണ്ട് കോണ്ടാക്ട് ചെയ്തുകൊണ്ട് അതിൻ്റെ ടെമ്പറേച്ചർ മെഷർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനത്തെ കേസിലാണ് നമ്മൾ സാധാരണ റേഡിയേഷൻ പൈറോമീറ്റർ ഉപയോഗിക്കുന്നത്. അതായത് ഫിസിക്കലി കോണ്ടാക്ട് ചെയ്തുകൊണ്ട് ടെമ്പറേച്ചർ മെഷർ ചെയ്യാൻ പറ്റാത്ത അത്രയും ഹൈ ആയിട്ടുള്ള ടെമ്പറേച്ചർ മെഷർ ചെയ്യേണ്ട കേസിലാണ് നമ്മൾ റേഡിയേഷൻ പൈറോമീറ്റേഴ്സ് ഉപയോഗിക്കുന്നത്. Temperature sensors that work on the radiation method and hence required no physical contact with the radiation system are called radiation pyrometer. So ഇവിടെ temperature sensor that work on the radiation method. So ഇവിടെ physical contact വെച്ചിട്ടല്ല നമ്മൾ ഈ ടെമ്പറേച്ചർ അളക്കുന്നത്. തൊട്ട് മുമ്പ് പറഞ്ഞ തെർമോകപ്പിൾ ആയാലും റെസിസ്റ്റീവ് ട്രാൻസ്ഡ്യൂസർ സെൻസർ ആയാലും അതെല്ലാം ഫിസിക്കലി കോണ്ടാക്ട് ചെയ്തുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ടെമ്പറേച്ചർ അളന്നിരുന്നത്. പക്ഷേ ഇവിടെ റേഡിയേഷൻ പൈറോമീറ്റർ എന്ത് ചെയ്യുന്നില്ല, ഫിസിക്കൽ കോണ്ടാക്ട് ഇല്ല, നമുക്ക് റേഡിയേഷൻ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇത് ടെമ്പറേച്ചർ മെഷർ ചെയ്യുന്നത്. ദെൻ അതിൻ്റെ കൺസ്ട്രക്ഷൻ ഓഫ് റേഡിയേഷൻ പൈറോമീറ്റർ നോക്കാം നമുക്ക്. ദ റേഡിയേഷൻ പൈറോമീറ്റർ ഹാവ് 3 ബേസിക് കോമ്പോണൻറ്റ്സ്. അപ്പോൾ ഇതിനൊരു 3 കോമ്പോണൻറ്റ്സ് ഉണ്ട്. ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ദ ഒപ്റ്റിക്കൽ സിസ്റ്റം. അത് ഞങ്ങൾ ഫിഗർ ഞാൻ തൊട്ടടുത്ത് കാണിക്കും, അപ്പോൾ എന്താണെന്ന് ക്ലിയർ ആവും ഒന്നും കൂടെ. ദി ഒപ്റ്റിക്കൽ സിസ്റ്റം. സെക്കൻഡ് ദ ഡിറ്റക്ടർ, അതായത് നമ്മൾ ഡിറ്റക്ട് ചെയ്യാനുള്ള സാധനം, എത്ര ടെമ്പറേച്ചർ ഉണ്ടെന്ന് മെഷർ ചെയ്യാനുള്ള സാധനമാണ്. മൂന്നാമത്തത് സിഗ്നൽ പ്രോസസ്സിംഗ് ഓർ മെഷറിംഗ് യൂണിറ്റ്. ഇങ്ങനെ 3 കോമ്പോണൻ്റ് ആണ് ഒരു റേഡിയേഷൻ പൈറോമീറ്ററിന് മെയിൻ ആയിട്ടുള്ളത്. മെജോറിറ്റി ഓഫ് ദ തെർമോമീറ്റർ ഈസ് ദ ടൈപ്പ് യൂസ് എ ലെൻസ് ഓർ മിറർ ഒപ്റ്റിക്കൽ ഫോർ ഒപ്റ്റിക്കൽ സിസ്റ്റം. ഈ ഒപ്റ്റിക്കൽ സിസ്റ്റത്തിൽ ഭൂരിഭാഗവും നമ്മൾ ഉപയോഗിക്കുന്നത് മിറർ ഓർ ലെൻസ് ആയിട്ടാണ് ഉപയോഗിക്കാറുള്ളത്. ചില കേസിൽ നമ്മൾ ഫൈബർ ഒപ്റ്റിക്സ് അതിന് വേണ്ടി ഉപയോഗിക്കും, ഈ ഒപ്റ്റിക്കൽ സിസ്റ്റം ആയിട്ട് ഉപയോഗിക്കും. ഓക്കെ, ഇനി അതിൻ്റെ കൺസ്ട്രക്ഷൻ ഫിഗർ നോക്കാം നമുക്ക്. റേഡിയേഷൻ പൈറോമീറ്റർ വിത്ത് ലെൻസ് ഒപ്റ്റിക്സ് ഈസ് ഷോൺ ഇൻ ദ ഫിഗർ. ഒരു ലെൻസ് വെച്ചിട്ട് ഇതെങ്ങനെയാണ് ഒരു റേഡിയേഷൻ പൈറോമീറ്റർ ഉണ്ടാക്കിയതിൻ്റെ ഫിഗറാണ് ഇവിടെ കാണുന്നത്. ഫിഗർ ഓർത്ത് വെക്കണം, അല്ലെങ്കിൽ ഇത് നിങ്ങൾ വരച്ച് വെക്കണം. ഇതാണ് നമുക്ക് മെഷർ ചെയ്യേണ്ട ഹോട്ട് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ നിങ്ങളൊരു ലെൻസ് കാണും. ഈ ബ്ലൂ കളറിൽ ലെൻസാണ്. ഈ ലെൻസ് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്ന റേഡിയേഷൻ പൈറോമീറ്റർ എന്ന റേഡിയേഷൻ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മെഷർ ചെയ്യുന്നത്. സോ ഈ റേഡിയേഷൻ ഫോക്കസ് ചെയ്തിട്ട് ഇവിടെ നമ്മളൊരു ഡിറ്റക്ടർ ഉണ്ട്, ടെമ്പറേച്ചർ ഡിറ്റക്ടർ എന്ന സാധനമുണ്ട്. ഇതിലേക്ക് ഈ റേഡിയേഷൻ വരാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഒരു ലെൻസ് ഉപയോഗിക്കുന്നത്. സോ ലെൻസിലൂടെ റേഡിയേഷൻ പാസ് ചെയ്യുമ്പോൾ അത് ഫോക്കസ് ചെയ്തിട്ട് എവിടേക്ക് വരും, ഈ ടെമ്പറേച്ചർ ഡിറ്റക്ടറിലേക്ക് വരും. ഓക്കെ, അപ്പോൾ ഈ ടെമ്പറേച്ചർ ഡിറ്റക്ടർ എന്ത് ചെയ്യും, എത്ര ടെമ്പറേച്ചറാണ് അവിടെ ഉള്ളത്, ബൈ റിസീവിങ് ദി റേഡിയേഷൻ. ഈ റേഡിയേഷൻ ഇവിടെ ഹിറ്റ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ടെമ്പറേച്ചർ ഡിറ്റക്ടർ എന്ത് ചെയ്യും, എത്രയാണ് ഇതിൻ്റെ ടെമ്പറേച്ചർ എന്നുള്ളത് മെഷർ ചെയ്യും. അത് നമ്മളിവിടെ
മെഷറിംഗ് ഡിവൈസിൽ കാണിച്ചു തരും, ഔട്ട്പുട്ട് കാണിച്ചു തരും. ഓക്കെ, പിന്നെ ഇവിടെ ഉള്ളത് 2 ഗ്ലെയർ സ്റ്റോപ്പാണ് വടാകങ്ങൾ. ഈ ഗ്ലെയർ സ്റ്റോപ്പ് എന്തിനാണെന്ന് വെച്ചാൽ നമുക്കിപ്പം ഈ ഹോട്ട് ഒബ്ജക്റ്റ് മാത്രം ടെമ്പറേച്ചർ കിട്ടണം, ആക്യുറസി കൂട്ടാൻ വേണ്ടിയിട്ടാണ് ആക്ച്വലി ഗ്ലെയർ സ്റ്റോപ്പ് ഉപയോഗിക്കുന്നത്. കാരണം ഇവിടെ നിന്നുള്ള റേഡിയേഷൻസ് മാത്രം നമുക്ക് കിട്ടിയാൽ മതി. ഇനി അത് പോരാത്ത ഇത് റിഫ്ലക്ട് ചെയ്ത് ഇപ്പുറത്തൊന്നും ഒക്കെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒബ്ജക്റ്റിൻ്റെ ഒക്കെ റേഡിയേഷൻസ് എന്ത് ചെയ്യും, ഈ ഡിറ്റക്ടറിലേക്ക് വന്നാൽ അത് മെഷർ ചെയ്യും. നമ്മൾ ടെമ്പറേച്ചർ ആക്യുറസി മെഷർ ചെയ്യുന്നതിൻ്റെ ആക്യുറസി അല്ലെങ്കിൽ റിലയബിലിറ്റി പോകും. അപ്പം ഇതിന്ന് ഈ ഹോട്ട് ഒബ്ജക്റ്റ് നിന്നല്ലാതെ വരുന്ന എല്ലാ റേഡിയേഷൻസും ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഈ ഗ്ലെയർ സ്റ്റോപ്പ് ഉപയോഗിക്കുന്നത്. ഓക്കെ, 2 ഭാഗത്തും. അതായത് ഇതൊരു കേസ് ആയിരിക്കും, അതിന് ചെറിയൊരു ഹോൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ആ ഹോളിൻ്റെ അകത്തൂടെ ഈ ലെൻസിൽ നിന്ന് വരുന്നത് മാത്രമേ നമുക്ക് എന്തെങ്കിലും എത്തുള്ളൂ, ഡിറ്റക്ടറിലേക്ക് എത്തുന്നുള്ളൂ. ഇതെല്ലാം ഒരു കണ്ടെയ്ൻഡ് ബോക്സിനകത്തായിരിക്കും ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ നോക്കി വെക്കുക, ഒരു ഹോട്ട് ഒബ്ജക്റ്റ്, അതിനാണ് ടെമ്പറേച്ചർ മെഷർ ചെയ്യേണ്ടത്. അത് എന്ത് ചെയ്യും, റേഡിയേഷൻസ് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പം റേഡിയേഷൻസ് നമ്മൾ ഫോക്കസ് ചെയ്യാൻ വേണ്ടി ഒരു ലെൻസ് ഉപയോഗിക്കും. ആ ലെൻസ് ഫോക്കസ് ചെയ്തിട്ട് എവിടേക്ക് റേഡിയേഷൻസ് വിടും, ഈ തെർമോ ഡിറ്റക്ടറിലേക്ക് റേഡിയേഷൻസ് വിടും. ഈ ഡിറ്റക്ടർ എന്ത് ചെയ്യും, എത്രയാണോ അതിലേക്ക് ഹിറ്റ് ചെയ്യുന്ന റേഡിയേഷൻ, അതിൻ്റെ പ്രോപ്പർട്ടിയൊക്കെ നോക്കിയിട്ട് ഒരു ടെമ്പറേച്ചർ അവിടെ കാൽക്കുലേറ്റ് ചെയ്യും. അത് നമ്മളിവിടെ ടെമ്പറേച്ചർ മെഷറിംഗ് ഡിവൈസിലേക്ക് നമുക്ക് കിട്ടും. ഓക്കെ, പിന്നെയുള്ളത് ഇവിടെ ഗ്ലെയർ സ്റ്റോപ്പാണ്. ഈ ഗ്ലെയർ സ്റ്റോപ്പ് ഉപയോഗിക്കുന്നത് നമുക്ക് അൺവാണ്ടഡ് അല്ലെങ്കിൽ റിഫ്ലക്ട് ചെയ്ത് വരുന്ന റേഡിയേഷൻസിനെ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഒരു ഗ്ലെയർ സ്റ്റോപ്പ് ഉപയോഗിക്കുന്നത്. The lens acts as an aperture of the system while the temperature detector acts as a field stop determined to field of view. ഓക്കെ, നേരത്തെ പറഞ്ഞു ആ ലെൻസാണ് നമ്മളെ ഈ ഡിറ്റക്ടറിലേക്ക് ഉള്ള റേഡിയേഷൻസ് വരുന്നത്. അപ്പോൾ ഒരു അപ്പർച്ചറായിട്ടാണ് ലെൻസ് വർക്ക് ചെയ്യുന്നത്. അതേപോലെ ഏറ്റവും അവസാനം അത് എൻഡ് ചെയ്യുന്നത് ഡിറ്റക്ടറിലാണ് അല്ലേ, ടെമ്പറേച്ചർ ഡിറ്റക്ടറിലാണ്. അത് അവിടെ ആ റേഡിയേഷൻ സ്റ്റോപ്പ് ചെയ്തിട്ട് അതിനെ മെഷർ ചെയ്യും. അതാണ് ഡിറ്റക്ടർ ചെയ്യുന്നത്. ദ ഗ്ലെയർ സ്റ്റോപ്പ് is used to support the reflected or scattered radiation, stray radiation എന്ന് പറയും, from outside the target object. അവിടെ നിങ്ങൾ ഫിഗറിൽ കണ്ടില്ലേ, 2 ഭാഗത്തും 2 ഗ്ലെയർ സ്റ്റോപ്പ് വെച്ചിട്ടുണ്ട് അല്ലേ. അത് എന്തിനാണെന്ന് പറഞ്ഞത്, റിഫ്ലക്ട് ചെയ്ത് വരുന്ന അല്ലെങ്കിൽ സ്കാറ്റേഡ് ചെയ്ത് വരുന്ന റേഡിയേഷൻസിനെ, അതായത് അൺവാണ്ടഡ് റേഡിയേഷൻസിനെ ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഗ്ലെയർ സ്റ്റോപ്പ് ഉപയോഗിക്കും. The temperature detector convert the radiation energy into suitable form of an indication of temperature. സോ നമ്മളവിടെ ഒരു ഡിറ്റക്ടർ വെച്ചിട്ടുണ്ട് അല്ലേ, അതിലേക്കാണ് റേഡിയേഷൻസ് നമ്മൾ ലെൻസ് ഉപയോഗിച്ചിട്ട് ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ ലെൻസ് ഉപയോഗിച്ചിട്ട് ഫോക്കസ് ചെയ്തിട്ട് ആ ഡിറ്റക്ടറിലേക്ക് എന്ത് ചെയ്യും, അത് റേഡിയേഷൻസ് എത്തും. ആ ഡിറ്റക്ടർ എന്ത് ചെയ്യും, ഇറ്റ് കൺവേർട്ട് റേഡിയേഷൻ ഇൻ ടു എ സ്യൂട്ടബിൾ ഫോം ഓഫ് ഇൻഡിക്കേഷൻ ഓഫ് ടെമ്പറേച്ചർ. നമുക്കൊരു മെഷറിംഗ് ഡിവൈസ് ഉണ്ട് അവിടെ. ആ മെഷറിംഗ് ഡിവൈസിലേക്ക് അത് എന്താണോ ടെമ്പറേച്ചർ അല്ലെങ്കിൽ വോൾട്ടേജോ അങ്ങനെ എന്തെങ്കിലും ഒരു ഫോമിലേക്ക് അത് എന്ത് ചെയ്തു നമുക്ക് മാറ്റിത്തരും. അതായത് അവിടെ ഹിറ്റ് ചെയ്യുന്ന റേഡിയേഷൻസിനെ മാറ്റിയിട്ട് നമുക്ക് റീഡബിൾ ഫോമിലേക്ക് മാറ്റുന്നത് ആരാണ്, ഈ ഡിറ്റക്ടറാണ്. അപ്പോൾ ആ ഡിറ്റക്ടർ 2 പ്രിൻസിപ്പിൾസ് വെച്ചിട്ട് വർക്ക് ചെയ്യുന്ന ഡിഫറെൻറ്റ് പ്രിൻസിപ്പിൾ ഉണ്ട്. 2 പ്രിൻസിപ്പിൾ ആർ യൂസ്ഡ് ഫോർ കൺസ്ട്രക്ഷൻ ഓഫ് ദിസ് ഡിവൈസ്. അതായത് ഡിറ്റക്ടർ വർക്ക് ചെയ്യാൻ നമുക്ക് ബേസിക്കലി 2 പ്രിൻസിപ്പിൾ ഉപയോഗിക്കാറുണ്ട്. ടോട്ടൽ റേഡിയേഷൻ പൈറോമീറ്റർ എന്ന് പറയും. ഒന്ന് എന്താണെന്ന് വെച്ചാൽ ദ ടോട്ടൽ റേഡിയേഷൻ എനർജി ഫ്രം എ ഹീറ്റഡ് ബോഡി ഈസ് മെഷർഡ് ഇൻ ദിസ് ഗീസ്. ദാറ്റ് മീൻസ് വൈഡസ്റ്റ് റേഞ്ച് ഓഫ് പോസിബിൾ വേവ് ലെങ്ത്. അതായത് ഡിറ്റക്ടറിൽ ഹിറ്റ് ചെയ്യുന്ന എല്ലാ റേഡിയേഷനും മെഷർ ചെയ്യുകയാണെങ്കിൽ അങ്ങനത്തെ ടൈപ്പ് ഓഫ് ഡിറ്റക്ടറാണ് അല്ലെങ്കിൽ അങ്ങനത്തെ ടൈപ്പ് ഓഫ് റേഡിയേഷൻ പൈറോമീറ്ററാണ് നമ്മൾ ടോട്ടൽ റേഡിയേഷൻ പൈറോമീറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് അവിടെ ഡിറ്റക്ടർ ഉണ്ടെന്ന് പറഞ്ഞു നമ്മളല്ലേ, അതെന്ത് ചെയ്യുന്നുണ്ട്, അതിൽ ഹിറ്റ് ചെയ്യുന്ന എല്ലാ ഹീറ്റ് ബോഡീനെയും മെഷർ ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിൽ ഹിറ്റ് ചെയ്യുന്ന എല്ലാ റേഡിയേഷൻ എനർജിനെയും അത് മെഷർ ചെയ്യുന്നുണ്ടെങ്കിൽ, അത് ഡിപ്പെൻഡിങ് ഓൺ വേവ് ലെങ്ത്, എല്ലാ വേവ് ലെങ്ത്തും ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ റേഡിയേഷൻ്റെ, അതെന്താണ് ടോട്ടൽ റേഡിയേഷൻ പൈറോമെട്രിയാണ്. അതേ സ്ഥാനത്ത് സെലക്റ്റീവ് റേഡിയേഷൻ പൈറോമീറ്റർ എന്തായിരിക്കും, അവിടെ ഹിറ്റ് ചെയ്യുന്ന റേഡിയേഷനിലെ മൊത്തം റേഡിയേഷൻ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഡിറ്റക്ട് ചെയ്യുന്നില്ല, ഡിറ്റക്ടർ കൺവേർട്ട് ചെയ്യില്ല. എന്ത് മാത്രമേ കൺവേർട്ട് ചെയ്യുള്ളൂ, ഒരു സ്പെസിഫിക് വേവ് ലെങ്ത്തിലുള്ള റേഡിയേഷൻസിനെ മാത്രമേ ഡിറ്റക്ടർ കൺവേർട്ട് ചെയ്യുന്നുള്ളൂ എങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുക, സെലക്റ്റീവ് റേഡിയേഷൻ പൈറോമീറ്റർ എന്ന് പറയാം, അല്ലെങ്കിൽ പൈറോമെട്രി എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ടോട്ടൽ റേഡിയേഷൻ പൈറോമെട്രിയും സെലക്റ്റീവ് റേഡിയേഷൻ പൈറോമെട്രി എന്താണെന്ന് വെച്ചാൽ ടോട്ടൽ റേഡിയേഷനിൽ മുഴുവൻ വേവ് ലെങ്ത്തിലും അവിടെ ഹിറ്റ് ചെയ്യുന്ന റേഡിയേഷൻസിനെ എല്ലാം അതെന്ത് ചെയ്യും, കൺവേർട്ട് ചെയ്യും. സെലക്റ്റീവ് റേഡിയേഷൻ പൈറോമെട്രി ആണെങ്കിൽ എന്ത് ചെയ്യും, ഓൺലി സെലക്റ്റഡ് വേവ് ലെങ്ത്തിലുള്ള റേഡിയേഷൻസിനെ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, കൺവേർട്ട് ചെയ്യുന്നുള്ളൂ. അതാണ് അവിടെ വരുന്ന ഡിഫറൻസ്. ഓക്കെ, ഡിവൈസസ് സച്ച് ആസ് തെർമോകപ്പിൾ, തെർമോഫിൽ, ബോലോമീറ്റർ ആൻഡ് ഫോട്ടോ ഇലക്ട്രിക് ട്രാൻസ്ഡ്യൂസർ ആർ യൂസ്ഡ് ഫോർ ദിസ് പർപ്പസ്. അതായത് ടെമ്പറേച്ചർ ഡിറ്റക്ടറായിട്ട് ഉപയോഗിക്കുന്ന
കുറച്ച് ഡിവൈസുകളാണ് നമ്മൾ പറഞ്ഞത്. തെർമോകപ്പിൾ, തെർമോഫിൽ, ബോലോമീറ്റർ, ഇതൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ ടെമ്പറേച്ചർ ഡിറ്റക്ടറായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. ആ ഫിഗറിൽ കാണുമ്പോൾ നിങ്ങൾക്ക് ടെമ്പറേച്ചർ ഡിറ്റക്ടർ എന്താണെന്നുള്ളത് അത് ഉപയോഗിക്കുന്നത് ഈ മെറ്റീരിയൽസ് ഒക്കെയാണ്, നമ്മൾ കോമ്പൗണ്ട്സ് ഒക്കെയാണ്, ഡിവൈസുകളാണ് നമ്മൾ ടെമ്പറേച്ചർ ഡിറ്റക്ടറായിട്ട് കോമൺലി യൂസ് ചെയ്യുന്നത്. The pyrometer has to be in an enclosure to avoid dirt, dust and gases present in the industrial environment. അപ്പോൾ നമുക്ക് ഇതൊരു കേസിൻ്റെ അകത്താണ് ഈ മെറ്റീരിയൽ മൊത്തം വരുന്നത്. For this, a window is provided with some optical material to see the radiation object. So ഒരു കേസിനകത്താണ് ഈ മൊത്തം ഡിവൈസ് വരിക. അവിടെ ഒരു ചെറിയ വിൻഡോ ഉണ്ടാവും നമുക്ക് ഈ റേഡിയേഷൻ അകത്തേക്ക് വരാൻ വേണ്ടി മാത്രം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ ഭാഗത്ത് വരുന്നത്. Then working principle of radiation pyrometer. Thermal radiation sensor are guided by the basic law of black body radiation. Black body radiation എന്താണെന്ന് നോക്കാം. The radiation pyrometer operate on the principle that the energy radiated from a hot body is a function of its temperature. അതായത് ഒരു ഹോട്ട് ബോഡി പ്രൊഡ്യൂസ് ചെയ്യുന്ന റേഡിയേഷൻ ഈസ് എ ഫംഗ്ഷൻ ഓഫ് ഇറ്റ്സ് ടെമ്പറേച്ചർ. അതായത് ടെമ്പറേച്ചറിനനുസരിച്ചിട്ട് ഒരു ഹോട്ട് ബോഡി പ്രൊഡ്യൂസ് ചെയ്യുന്ന റേഡിയേഷനിൽ നിന്നുണ്ടാവും വ്യത്യാസം വരും അല്ലേ. അതായത് ഒരു ചൂടുള്ള സാധനം റേഡിയേഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, അതാണ് ബ്ലാക്ക് ബോഡി റേഡിയേഷൻ എന്ന് പറഞ്ഞത്. ആ ബ്ലാക്ക് ബോഡി ആ റേഡിയേഷൻ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? ഈ ടെമ്പറേച്ചറിനെ, അതായത് ഈ ഹോട്ട് ബോഡിനെ ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതാണ് ഇവിടെ പറഞ്ഞത്. ദ റേഡിയേഷൻ പാരോമീറ്റർ ഓപ്പറേറ്റ് ഓൺ ദ പ്രിൻസിപ്പിൾ ദാറ്റ് the energy radiated from hot body is a function of its temperature. So temperature മാറുന്നതിനനുസരിച്ച് എനർജി റേഡിയേറ്റ് ചെയ്യുന്നത് ഫ്രം ദാറ്റ് ഹോട്ട് ബോഡി varies. So it measure the radiant heat emitted or reflected by a hot object. So നമ്മളിവിടെ ചെയ്യുന്നത് ഒരു ഹോട്ട് ബോഡി പ്രൊഡ്യൂസ് ചെയ്യുന്ന റേഡിയേഷൻ എനർജിനെ ആണ് നമ്മളിവിടെ ഫോക്കസ് ചെയ്യുന്നത്. അപ്പം ടെമ്പറേച്ചർ വേരി ചെയ്യുന്നതിനനുസരിച്ചിട്ട് ഒരു ഹോട്ട് ബോഡി പ്രൊഡ്യൂസ് ചെയ്യുന്ന റേഡിയേഷൻ എനർജിയിൽ നിന്നുണ്ടാവും വ്യത്യാസം ഉണ്ടാവും. ആ വ്യത്യാസം നോക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ ടെമ്പറേച്ചർ നമ്മൾ മെഷർ ചെയ്യുന്നത്. ഓക്കെ, സോ ദ ഹീറ്റ് റേഡിയേറ്റഡ് ബൈ ദ ഹോട്ട് ബോഡി ഈസ് ഫോക്കസ്ഡ് ഓൺ ദി ടെമ്പറേച്ചർ ഡിറ്റക്ടർ ആസ് ഷോൺ ഇൻ ദ ഫിഗർ. അതായത് നമ്മളവിടെ ലെൻസ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പം ഹോട്ട് ബോഡിയിൽ നിന്ന് വരുന്ന റേഡിയേഷൻ എല്ലാം നമ്മൾ എന്ത് ചെയ്യും, ആ ലെൻസ് ഉപയോഗിച്ച് ഫോക്കസ് ചെയ്തിട്ട് എവിടേക്ക് പോകും? ടെമ്പറേച്ചർ ഡിറ്റക്ടറിലേക്ക് പോകും. അക്കോർഡിംഗ് ടു ദ സ്റ്റെഫൻ ബോൾട്ട്സ്മാൻ ലോ, the heat radiated from body is, so ഒരു ബോഡി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹീറ്റ് എന്ന് പറയുന്നത് Q is directly proportional to the T1 power 4, where Q എന്ന് പറയുന്നത് ഹോട്ട്നെസ്സിനാണ്. ഒരു ബോഡിയുടെ ഹോട്ട്നെസ്സിനെയാണ് നമ്മൾ Q എന്ന് പറയുക. ഓക്കെ, where T1 is the absolute temperature of the hot body. ഓക്കെ, so that is ഈ ഇക്വേഷൻ എന്താ പറയുന്നതാണ് അവിടെ പറയുന്നത്, that is heat received by the detector is proportional to the fourth power of the absolute temperature of the hot body. ഓക്കെ, അപ്പോൾ ഇതാണ് Q പ്രൊപ്പോർഷണൽ ടു ദി T1 പവർ 4. അതാണ് അവിടെയുള്ള ഒരു ബോൾട്ട്സ്മാൻ ലോ എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് ഇതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ. അതായത് ഹീറ്റിനനുസരിച്ചിട്ട് അവിടെയുള്ള ടെമ്പറേച്ചർ മാറുന്നുണ്ട്, റേഡിയേഷൻ എനർജി മാറുന്നുണ്ട്. ടെമ്പറേച്ചറിനനുസരിച്ച് അവിടെയുള്ള എനർജി റേഡിയേറ്റ് ചെയ്യുന്നത് മാറുന്നുണ്ട് ഫോർ ഹോട്ട് ഒബ്ജക്റ്റ്. അതാണ് അതിൻ്റെ ബേസിക് വർക്കിംഗ് പ്രിൻസിപ്പിൾ. ദെൻ നെക്സ്റ്റ് ടൈപ്പ് ഓഫ് റേഡിയേഷൻ പൈറോമീറ്റേഴ്സ് ആണ്. ഒന്ന് ടോട്ടൽ റേഡിയേഷൻ പൈറോമീറ്റർ, നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞു അതെന്താണെന്നുള്ളത്. ദ ടോട്ടൽ റേഡിയേഷൻ പൈറോമീറ്റർ റിസീവ് ഓൾ റേഡിയേഷൻസ് ബോത്ത് വിസിബിൾ ലൈറ്റ് ആൻഡ് ഇൻഫ്രാറെഡ് ഫ്രം എ പർട്ടിക്കുലർ ഏരിയ ഓഫ് എ ഹോട്ട് ബോഡി ആൻഡ് ഫോക്കസസ് ഇറ്റ് ഓൺ എ ടെമ്പറേച്ചർ ഡിറ്റക്ടർ. നമ്മളിവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഹോട്ട് ബോഡിയിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന എല്ലാ വേവ് ലെങ്ത്തും അല്ലെങ്കിൽ എല്ലാ വേവ് ലെങ്ത്തിലുള്ള റേഡിയേഷനും നമ്മൾ എന്ത് ചെയ്യും, ആക്സെപ്റ്റ് ചെയ്യും. അത് തൊട്ട് മുമ്പാണ് ടോട്ടൽ റേഡിയേഷൻ. വിസിബിൾ ഉള്ളതും ആൻഡ് ഇൻഫ്രാറെഡും എല്ലാം ആക്സെപ്റ്റ് ചെയ്യും. അതിൻ്റെ നമ്മൾ ടെമ്പറേച്ചർ ഡിറ്റക്ട് ചെയ്യണം. ഓക്കെ, ഇറ്റ് കൺസിസ്റ്റ് ഓഫ് റേഡിയേഷൻ ഡിറ്റക്ടർ എലമെൻറ്റ് ആൻഡ് എ മെഷറിംഗ് ഡിവൈസ് ടു ഇൻഡിക്കേറ്റ് ദ ടെമ്പറേച്ചർ. രണ്ടാമത്തത് ഇൻഫ്രാറെഡ് പൈറോമീറ്റേഴ്സ്, പേരിൽ തന്നെ ഉണ്ട് അല്ലേ. ഇൻഫ്രാറെഡ് പൈറോമീറ്റർ ആ സെലക്റ്റീവ് റേഡിയേഷൻ പൈറോമീറ്റർ. ഇതൊരു സെലക്റ്റീവ് റേഡിയേഷൻ പൈറോമീറ്റർ ആണ്. തൊട്ട് മുമ്പ് പറഞ്ഞതിൽ നമ്മൾ എന്ത് ഉപയോഗിക്കും, ബോത്ത് വിസിബിളും ഇൻഫ്രാറെഡ് ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ എന്ത് മാത്രമേ നമ്മൾ ഉപയോഗിക്കുള്ളൂ, അപ്പം ഇൻഫ്രാറെഡ് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. അതായത് റേഡിയേറ്റ് ചെയ്യുന്ന ഹോട്ട് ബോഡി പ്രൊഡ്യൂസ് ചെയ്യുന്ന റേഡിയേഷനിൽ ഇൻഫ്രാറെഡിൻ്റെ റീജിയൻ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ, ഹോട്ട്നെസ് അളക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നുള്ളൂ, ഡിറ്റക്ടറിലേക്ക് ഉപയോഗിക്കുന്നുള്ളൂ ഇവിടെ. ഓക്കെ, as the temperature of the surface of a radiation body increases, the infrared energy also increases. അതാണ് അവിടെ പ്രിൻസിപ്പിൾ. ടെമ്പറേച്ചർ കൂടുമ്പം എന്ത് കൂടും, അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇൻഫ്രാറെഡിൻ്റെയും അളവ് കൂടുന്നുണ്ട്. അപ്പോൾ ആ ഇൻഫ്രാറെഡ് മെഷർ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, ഈ ടെമ്പറേച്ചർ പ്രോപ്പറായിട്ട് മെഷർ ചെയ്യാൻ പറ്റും. ഓക്കെ,
So this proportional increase in infrared energy with surface energy is basic principle behind the working of an infrared pyrometers. So infrared ടെമ്പറേച്ചർ കൂടുമ്പോൾ അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇൻഫ്രാറെഡിൻ്റെയും അളവ് കൂടുന്നുണ്ട്. ആ പ്രൊപ്പോർഷണാലിറ്റി ആണ് ഇതിൻ്റെ ബേസിക് വർക്കിംഗ് പ്രിൻസിപ്പിൾ. സോ ദ ഫോട്ടോവോൾട്ടിക് സെൽ ഈസ് എ കോമൺലി യൂസ്ഡ് ഇൻഫ്രാറെഡ് ട്രാൻസ്ഡ്യൂസർ. നമ്മൾ ഇൻഫ്രാറെഡ് ഉപയോഗിച്ചിട്ടാണ് ഈ പൈറോമീറ്റർ ഉണ്ടാക്കുന്നതെങ്കിൽ അവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് ആ ഡിറ്റക്ടറായിട്ട് ഉപയോഗിക്കുന്നത് എന്താണ്? ഫോട്ടോവോൾട്ടിക് സെല്ലാണ്. നമ്മൾ ഡിറ്റക്ടർ ഉപയോഗിക്കുമ്പോൾ കുറേ കാര്യങ്ങൾ ഉപയോഗിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? അതിലൊന്ന് ഫോട്ടോവോൾട്ടിക് ആയിരുന്നു. സോ ഇൻഫ്രാറെഡ് പൈറോമീറ്റർ ആണെങ്കിൽ ഫോട്ടോവോൾട്ടിക് ആണ് നമ്മൾ ഉപയോഗിക്കുന്ന ആ ഡിറ്റക്ടർ വരിക. ഓക്കെ. ദെൻ മൂന്നാമത്തെ ടൈപ്പ് ഓഫ് റേഡിയേഷൻ പൈറോമീറ്റർ ആണ് ഒപ്റ്റിക്കൽ പൈറോമീറ്റേഴ്സ്. When the temperature of a heated body is high, the radiation from it fall within the visible region of the electromagnetic spectrum. അതായത് ടെമ്പറേച്ചർ ഭയങ്കരമായിട്ട് കൂടുകയാണെങ്കിൽ, ഒരു ബോഡിയുടെ ടെമ്പറേച്ചർ അധികം കൂടുകയാണെങ്കിൽ അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന റേഡിയേഷൻ ഏത് റീജിയനിൽ വരും? വിസിബിൾ ലൈറ്റ് റീജിയനിലാണ് വരുന്നത്. ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രത്തിൽ വിസിബിൾ റീജിയൻ എന്ന് പറഞ്ഞാൽ എല്ലാ ഇൻഫ്രാറെഡ്, വിസിബിൾ, അൾട്രാവയലറ്റ് പറഞ്ഞിട്ട് അറിയുന്നുണ്ട്. അപ്പം അധികം ടെമ്പറേച്ചർ കൂടിയാൽ അത് വിസിബിൾ റീജിയനിലേക്കാണ് അതിൻ്റെ റേഡിയേഷൻസ് വരുന്നുണ്ടാവുക. So within the visible region, the radiation have fixed color and the energy of the radiation are interpreted as brightness. So visible regionിൽ ഓരോ റേഡിയേഷനും ഒരു ഫിക്സഡ് കളർ ഉണ്ടാവും. ആ കളറിൻ്റെ ബ്രൈറ്റ്നെസ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യും? എനർജീനെ, എത്ര എനർജിയാണ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നതിനെ ഡിപ്പെൻഡ് ചെയ്യും. അപ്പം വിസിബിൾ റീജിയനിൽ വരുന്നുണ്ട്, ഒരു പെർട്ടിക്കുലർ കളറിലായിരിക്കും ഉണ്ടാവുക. ആ കളർ കൂടുകയും കുറയുകയൊക്കെ ചെയ്യും, ബ്രൈറ്റ്നെസ് കൂടുകയും കുറയുകയും ചെയ്യും. ആ കളറ് വ്യത്യാസം, ബ്രൈറ്റ്നെസ്സിലുള്ള വ്യത്യാസം ആ ഹോട്ട് ബോഡി പ്രൊഡ്യൂസ് ചെയ്യുന്ന റേഡിയേഷൻസിൻ്റെ എനർജീനെ ഡിപ്പെൻഡ് ചെയ്യും. ഓക്കെ. അതായത് എനർജി കൂടിയിട്ടാണ് റേഡിയേഷൻ വരുന്നതെങ്കിൽ അവിടെ ഇരുന്ന ബ്രൈറ്റ്നെസ് കൂടും, എനർജി കുറയുകയാണെങ്കിൽ ആ ബ്രൈറ്റ്നെസ് കുറയും, ആ പെർട്ടിക്കുലർ കളർ കുറയും. ഓക്കെ, ഇതാണ് ഇവിടെ ഐഡിയ. അപ്പം ഹൈ ടെമ്പറേച്ചർ ആണെങ്കിൽ ആദ്യം പറഞ്ഞത് എന്താണ്? റേഡിയേഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് വിസിബിൾ റീജിയനിൽ വരും. അതായത് നമ്മൾ കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന റീജിയനിലായിരിക്കും അതിൻ്റെ കളർ വരിക, ആ റേഡിയേഷൻ്റെ കളർ വരിക. അതിൻ്റെ ബ്രൈറ്റ്നെസ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ് പറയുന്നത്? അതിൻ്റെ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നതിനെ, റേഡിയേഷൻ എനർജിനെ ഡിപ്പെൻഡ് ചെയ്യും. അപ്പം റേഡിയേഷൻ അധികം എനർജി കൂടുതലാണെങ്കിൽ ആ പർട്ടിക്കുലർ കളറിൻ്റെ ബ്രൈറ്റ്നെസ് കൂടും, കുറവാണെങ്കിൽ കളർ ബ്രൈറ്റ്നെസ് കുറയും. സോ ഈ ബ്രൈറ്റ്നെസ്സിലുള്ള വ്യത്യാസം ഡിറ്റക്ട് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ടെമ്പറേച്ചർ മെഷർ ചെയ്യാൻ പറ്റും. അതാണ് ഇവിടുത്തെ ഒപ്റ്റിക്കൽ പൈറോമീറ്ററിൻ്റെ ഐഡിയ. ദാറ്റ് ഈസ് ടു ഗെറ്റ് ആൻ ഇൻഡിക്കേഷൻ ഓഫ് ടെമ്പറേച്ചർ വി ഹാവ് മെഷർ ദ ബ്രൈറ്റ്നെസ് ഓഫ് ദ ലൈറ്റ് ഓഫ് എ ഗിവൻ കളർ എമിറ്റഡ് ബൈ ദി ഹോട്ട് ബോഡി. സോ ഹോട്ട് ബോഡി പ്രൊഡ്യൂസ് ചെയ്യുന്ന കളർ, അതിൻ്റെ ബ്രൈറ്റ്നെസ് നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിൻ്റെ ടെമ്പറേച്ചർ മെഷർ ചെയ്യാൻ പറ്റും. ഓക്കെ. സോ ഇതാണ് 3 ടൈപ്പ് ഓഫ് റേഡിയേഷൻ പൈറോമീറ്റേഴ്സ്. സോ ഇറ്റ് ഷോൺ ആൻ ഒപ്റ്റിക്കൽ പൈറോമീറ്റർ വർക്ക്സ്. ഇറ്റ് ഈസ് ഹൗ ആൻ ഒപ്റ്റിക്കൽ പൈറോമീറ്റർ വർക്ക്സ്. Then advantages of pyrometers: high accuracy, simple assembling, direct contact is not needed with object, high temperature can be measured. Disadvantages: only useful for measuring high temperature. Temperature കൂടുന്ന കേസിൽ മാത്രമേ നമുക്ക് ഇത് പറ്റുള്ളൂ. High cost, extra complicated design involving advanced pyrometers. അപ്പം ഇതിൻ്റെ അപ്ലിക്കേഷൻസ് നമുക്ക് നോക്കാം. അപ്ലിക്കേഷൻസ് ഓഫ് പൈറോമീറ്റേഴ്സ് ഫോർ മെഷറിംഗ് ടെമ്പറേച്ചർ ഫ്രോം എ ഗ്രേറ്റർ ഡിസ്റ്റൻസ്, ഡയറക്റ്റ് കോണ്ടാക്റ്റ് വേണ്ടാന്ന് പറഞ്ഞു. സ്റ്റീം ബോയിലേഴ്സ് ടു മെഷർ ദ ടെമ്പറേച്ചർ ഓഫ് ലിക്വിഡ് മെറ്റൽ. ഹൈ ടെമ്പറേച്ചർ ആയിരിക്കും, അത് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ലിക്വിഡ് മെറ്റൽ ടെമ്പറേച്ചർ മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാം. ഇൻ സ്മെൽറ്റിംഗ് ഇൻഡസ്ട്രീസ്, ഇൻ മെറ്റലർജി ഇൻഡസ്ട്രീസ്. അപ്പം ഇത്രയാണ് അതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ, ആപ്ലിക്കേഷനും കാര്യങ്ങളൊക്കെ വന്നത്. അപ്പം ഇന്ന് നമ്മൾ ഇപ്പോൾ 2 ടൈപ്പ് ഓഫ് സെൻസേഴ്സാണ് ഡിസ്കസ് ചെയ്തത്. ഒന്ന് തെർമോകപ്പിളും പിന്നെ ഒന്ന് റേഡിയേഷൻ പൈറോമീറ്ററും. അപ്പോൾ അതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ, ഡയഗ്രാം, കൺസ്ട്രക്ഷൻ, വർക്കിംഗ് പ്രിൻസിപ്പിൾ, ആപ്ലിക്കേഷൻ, അഡ്വാൻറ്റേജ്, ഡിസഡ്വാൻറ്റേജ്, ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നമുക്ക് ബാക്കി ഡിസ്കസ് ചെയ്യാം. എക്സാം ഒക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്, നല്ലപോലെ പഠിക്കാം. ഓക്കെ, തൽക്കാലം നമുക്കിവിടെ സ്റ്റോപ്പ് ചെയ്യാം. താങ്ക് യു.